അപ്പോൾ കുറച്ച് പേര് ട്രേഡിംഗ് വ്യൂവിൻ്റെ ട്യൂട്ടോറിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുക എന്നൊരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഇതവിടെ ട്രേഡിംഗ് വ്യൂ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് മേലെ കാണിക്കും. ട്രേഡിംഗ് വ്യൂ ഒരു ഇങ്ങനത്തെ ഒരു ആപ്പിൻ്റെ ചിഹ്നമാണ് കാണിക്കുക. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിക്ക് ഇത് ചെയ്യാം. ഒന്നല്ലെങ്കിൽ സൈറ്റ് ത്രൂ ഈ ആപ്പിൽ കയറാം, അല്ലാത്ത പക്ഷം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. ഫോണൊക്കെ ഉള്ള ആളാണെങ്കിൽ എപ്പോഴും ഞാൻ പറയാറ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. ലാപ്പാണെങ്കിലും ഡൗൺലോഡ് ചെയ്യണം നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സൈറ്റ് വരുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചാർട്ട് അനാലിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സെലക്ട് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ജസ്റ്റ് മിനിറ്റ്, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. എന്താ ട്രേഡിംഗ് വ്യൂവിന് ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്കാണ് മേ ബി നമ്മൾ പോകാൻ ചാൻസ്. ഇപ്പോൾ ഇവിടെ ഫോറിൻ മാർക്കറ്റുകളുടെയൊക്കെ ഡാറ്റ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിഫ്റ്റി 50 ഇന്ത്യൻ മാർക്കറ്റാണ്, ബിറ്റ് കോയിൻ, ഗോൾഡ്, എല്ലാ ഇതിൻ്റെ പിന്നെ ഒരുപാട് ന്യൂസുകൾ ഉണ്ടാവും. പിന്നെ വേറെ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. ഇന്ന BTC ഇന്ന സ്ഥലത്ത് നിന്ന് കയറാൻ ചാൻസ് ഉണ്ട്. റെക്കമെൻഡേഷൻസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇതിൽ മേലെ കണ്ടോ, ഏറ്റവും ടോപ്പിൽ കണ്ടോ സെർച്ച് ആൻഡ് കൺട്രോൾ എന്ന ഓപ്ഷൻ കണ്ടോ, ക്ലിക്ക് ചെയ്യുക. അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരിക. ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ ഓള് സ്റ്റോക്സ് ഫണ്ട്സ് എന്നൊക്കെ കണ്ടോ. ഓള് കൊടുത്തതിൽ നിങ്ങൾ ഏത് പേരടിച്ചാലും ഇന്ത്യൻ മാർക്കറ്റ് ആവട്ടെ, ക്രിപ്റ്റോ ആവട്ടെ, കമ്മോഡിറ്റി ആവട്ടെ, അതുപോലെ തന്നെ ഫോറക്സ് ആവട്ടെ, ഏത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഫോറക്സ് ആണ് അല്ലേ. ഫോറക്സ് സെലക്ട് ചെയ്യുക. ഫോറക്സിൽ ഇപ്പം ഏറ്റവും മെയിൻ പെയർ GBP USD അല്ലെങ്കിൽ EUR USD അല്ലേ. ഇപ്പോൾ ഇവിടെ വരും അല്ലേ. ഇങ്ങനെ ഓരോ ഫോറക്സ് പെയർസ് എല്ലാം ഇതിൻ്റെ അണ്ടറിൽ കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പെയർ നമുക്ക് GBP USD സെലക്ട് ചെയ്യാം. ഇപ്പോൾ GBP USD കണ്ടോ, ഇതൊന്നുണ്ട്, രണ്ടുണ്ട്, 3 അല്ലേ, മൊത്തം 3 GBP USD ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ ചൂസ് ചെയ്യുക വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ താഴെ ഫസ്റ്റ് GBP USD കണ്ടോ, FP മാർക്കറ്റ്സ് ആണ്. രണ്ടാമത്തെ GBP USD ഓൺഡേ ആണ്, OANDA ഓൺഡേ ആണ്. മൂന്നാമത്തെ GBP USD FXCM ആണ്. ഇതൊക്കെ ഓരോ ബ്രോക്കേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ എപ്പോഴും ഓൺഡേയുടെ അണ്ടറിൽ വരുന്ന രണ്ടാമത്തെ ഓൺഡേയുടെ അണ്ടറിൽ വരുന്ന GBP USD എപ്പോഴും സെലക്ട് ചെയ്യുക. അത് GBP USD മാത്രമല്ല, ഏത് പെയറാവട്ടെ ഈ ഓൺഡേയുടെ അണ്ടറിൽ വരുന്ന ചാർട്ട് മാത്രം നോക്കുക. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഓൺഡേയുടെ അണ്ടറിൽ വരുന്ന GBP USD അല്ലേ. ക്ലിക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. മാർക്കറ്റ് ചെറിയ ലാഗ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് അല്ലേ. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇനി അറിയേണ്ടത് എന്താ. ഇപ്പോൾ ഇവിടെ കണ്ടോ ഏറ്റവും ടോപ്പിൽ D എന്നുള്ള ഓപ്ഷൻ. ഡി എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ക്യാൻഡിൽ, ഒരു ദിവസത്തെ ക്യാൻഡിലാണ്. ഞാൻ ഒരു ക്യാൻഡിലെ മേലെ മൗസ് കൊണ്ടുപോയി വയ്ക്കാം. ഉണ്ടോ ഈ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ, അത് 2026 ജനുവരി 26 ഒന്ന് ക്യാൻഡിലാണ്, ജനുവരി 27 ഒന്ന് ക്യാൻഡിലാണത് അല്ലേ. ഒറ്റ ദിവസത്തെ ക്യാൻഡിലാണ്. പുലർച്ചെ 3:30 ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് നൈറ്റ് 2:30 ക്ലോസ് ചെയ്യല്ലേ. ആ ഒരു ദിവസത്തെ മൊത്തം ക്യാൻഡിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ കണ്ടോ റെഡ്, 28-ാം തീയതി ബുധനാഴ്ച വെനസ്ഡേത്തെ ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അതിൽ ക്യാൻഡിൽസ് കാണിക്കുക. ഡേ ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ഇതേ ക്യാൻഡിൽസ് തന്നെ കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ ടൈം ഫ്രെയിംസ് ഉണ്ട് കണ്ടോ. 1 seconds, 5 seconds, 1 minute, 2 minutes, ഇഷ്ടം പോലെ ടൈം ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട, നമ്മൾ ബിഗിനർ എന്ന രീതിക്ക് നമുക്ക് ഡേ ഫ്രെയിം ആവശ്യമുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഇത് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ പോയി നോക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും കണ്ടോ ഈ ഡേ ഫ്രെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. ഈ റൈറ്റ് സൈഡിൽ ഓരോ ടൈമിൻ്റെയും റൈറ്റ് സൈഡിൽ സ്റ്റാർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഡേ ഫ്രെയിമിൻ്റെ റൈറ്റ് സൈഡിൽ സ്റ്റാർ ചെയ്യുക. 4 hour സ്റ്റാർ ചെയ്ത് വയ്ക്കുക, 2 hours സ്റ്റാർ ചെയ്ത് വയ്ക്കുക, 1 hour സ്റ്റാർ ചെയ്ത് വയ്ക്കാം, 30 minutes സ്റ്റാർ ചെയ്യുക, 50 minutes സ്റ്റാർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ എല്ലാം കാണിക്കും. ഇവിടെ 50 minutes, 30 minutes ഇവിടെ തന്നെ എല്ലാം കാണിക്കും അല്ലേ. എന്നിട്ട് 4 hour എടുക്കാം. 4 hour എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ എപ്പോഴും 4 hour നോക്കുക അല്ലേ. ക്ലിയർ. അതുപോലെ തന്നെ ഇനി സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന് 3 ടൂൾസ് ആവശ്യമുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ 3 ടൂൾസാണ് മെയിൻലി ആവശ്യമുള്ളത്. അപ്പോൾ ഇത്
ലെഫ്റ്റ് സൈഡ് ഇതാണ് ടൂൾ ബോക്സ് വരുന്നത്, ലെഫ്റ്റ് സൈഡ് ഇതാണ് ടൂൾ ബോക്സ് വരുന്നത്. അതിൽ ഫസ്റ്റ് കാണുന്നത് കണ്ടോ, ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ടൂൾസ് അതാണ് ഉള്ളത്. അതിൽ മെയിൻലി 3 ടൂൾ നമുക്ക് ആവശ്യമുള്ളത്, ട്രെൻഡ് ലൈന്, ഹൊറിസോണ്ടൽ ലൈന്, ഹൊറിസോണ്ടൽ റേ. അപ്പോൾ ഇതിൽ എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഇവിടെ പോയിട്ട് ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ റൈറ്റ് സൈഡിൽ സ്റ്റാറുള്ള ഓപ്ഷൻ കണ്ടോ, സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചാർട്ടിൽ വരും. നമ്മുടെ സ്ക്രീനിൽ തന്നെ ഇതിങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും, ആ ടൂൾസ് വന്ന് കിടക്കുന്നുണ്ടാവും. സ്റ്റാർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ കണ്ടോ, ഹൊറിസോണ്ടൽ ലൈന് അതുപോലെ ഹൊറിസോണ്ടൽ റേ. നമ്മൾ സ്റ്റാർ ചെയ്ത് വെച്ചുള്ള ഉപകാരം എപ്പോഴും ഇവിടെ കിടക്കും. പിന്നെ നമുക്കിത് വീണ്ടും ഇതിലോട്ട് പോയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി 3ഉം ഡിഫറൻസ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ട്രെൻഡ് ലൈൻ. ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം, എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ ട്രെൻഡ് ലൈൻ പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ആവശ്യമുള്ള ഏരിയ മാത്രം കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇതാണ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഇനി ഇതാ ഹൊറിസോണ്ടൽ ലൈൻ, രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ. അതാകുമ്പോൾ നമുക്ക് ചാർട്ടിൽ ഇതാ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ എൻ്റയർ ചാർട്ട് ആ ലൈൻ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് ആവട്ടെ റൈറ്റ് സൈഡ് ആവട്ടെ എൻ്റയർ ചാർട്ട് ആ ലൈൻ കാണിക്കും, ഹൊറിസോണ്ടൽ ലൈന്. ഫസ്റ്റ് വൺ ട്രെൻഡ് ലൈന്. ട്രെൻഡ് ലൈൻ പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം വരയ്ക്കാം. കണ്ടോ, ഇത് കണ്ടോ, ആവശ്യമുള്ള ഏരിയ മാത്രം ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈൻ ആകുമ്പോൾ നമ്മൾ എവിടെ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തോ അവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എൻ്റയർ ചാർട്ടിൽ ഇതുണ്ടാവും. തേർഡ് വൺ ഹൊറിസോണ്ടൽ റേ. ഹൊറിസോണ്ടൽ റേ എന്ന് പറയും. അത് ചാർട്ടിൽ എവിടെ ക്ലിക്ക് ചെയ്താലും റൈറ്റ് സൈഡ് മൊത്തമായിട്ട് ചാർട്ടിലുണ്ടാവും. റൈറ്റ് സൈഡ് മൊത്തമായിട്ട് ചാർട്ടിലുണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇതിൽ അതുപോലെ തന്നെ നിങ്ങൾക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കും, പേയ്മെൻറ്റ് ചെയ്യണം പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇതിൽ പോയിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി, ഒരു മെയിൽ ഐ ഡി സൈൻ ചെയ്താൽ മതി. സൈൻ ഇൻ പറഞ്ഞ ഓപ്ഷൻ കാണിക്കും, ഇത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി തൊട്ട് കയറിയാൽ മതി. അല്ലാത്ത പക്ഷം ഇത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡ് ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മെനു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളിതാ സൈൻ പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾ പോയിട്ട് സൈൻ കൊടുത്താൽ മതി. നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ.